യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ അറ്റാക്ക് ഉണ്ടാകുന്നു. ആദ്യം 2 കൂട്ടമായിട്ടാണ് ഇവരെത്തുന്നത്. യഥാർത്ഥ സംഭവമാണ് പറയാൻ പോകുന്നത്. ആർക്കും സംശയമൊന്നും തോന്നരുതേ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ആദ്യം 2 കൂട്ടമായിട്ട് വന്നു. പിന്നെ അതൊരു 20 കൂട്ടമായിട്ട് അങ്ങ് ചിന്നിച്ചെതറുമായിരുന്നു. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അപ്പൊ മറ്റൊരാൾ അകത്തൂടെ കയറി നമ്മുടെ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഏകദേശം 20 പേരുടെ കൂട്ടമായിട്ട് ചിന്നിച്ചെതറിയതിൽ ഒരു 2000-ഓളം പേരുണ്ടാവും. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? ആ 2000-ൽ 20 പേര് ആദ്യം സുരക്ഷാ വലയം ഭേദിച്ച് ഇങ്ങ് വന്നു. അപ്പോൾ പോലീസുകാർ അവിടെ കയ്യും കെട്ടി കുറേ പേര് നോക്കി നിന്നു. ബാക്കി കുറേ പേര് റെയിൽവേ സ്റ്റേഷനിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നു. ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. നല്ല ഉന്നുള്ള കൈയാണല്ലോ. അടുത്ത പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് 2-3 പേര് അപ്പൊ വരുന്നു. 2-3 അറിയില്ല, അപ്പൊ വരുന്നു. 100 കണക്കിന് ആളുകൾ പിന്നെ അതാ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് വന്നു. നേരത്തെ തെറ്റിപ്പോരുത്, മുണ്ടും ഷർട്ടും ആയിരുന്നു. ഇപ്പോൾ പാൻറ്റും ഷർട്ട്, പിന്നെ ജീൻസും ബനിയനും ധരിച്ചവർ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. ഇനി അന്ന് നല്ല നിലാവുണ്ടായിരുന്നു. നിലാവെട്ടത്തിൽ നല്ല വ്യക്തമായി കാണാൻ പറ്റി. യുവർ ഓണർ, ഫെബ്രുവരി 7-ാം തീയതി കറുത്തവാവായിരുന്നു. അന്ന് നല്ല നിലാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ വാദി പറയുന്നത് പച്ച കള്ളമാണെന്ന് വ്യക്തമാകുന്നു. നമ്മുടെ സംവിധാനങ്ങളിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതിനുള്ള എല്ലാ അവകാശവും ഉള്ളപ്പോൾ ഫിസിക്കൽ അസോൾട്ട് ആണല്ലോ നടക്കുന്നത്. ജനാധിപത്യപരമായിട്ട് അവർക്ക് മുണ്ടുരിഞ്ഞ് തലയെ കെട്ടി അവിടെ എവിടെയും ചാടിക്കൂടെ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ജനാധിപത്യപരമായിട്ട് അവർക്ക് ഹെൽമറ്റോ ചെടിച്ചട്ടിയോ എടുത്ത് തലയ്ക്ക് അടിച്ചുകൂടെ? ജനാധിപത്യപരമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ട്രെയിൻ തടയാം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എനിക്കിവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ കൂടപ്പിറപ്പുകളെ എന്നൊക്കെ വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞതിനെ AI ഉപയോഗിച്ച് എങ്ങനെയാ ജനങ്ങളിലേക്ക് എത്തിച്ചത്? എന്തിന്റെ സമരം, എന്തിന്റെ പ്രതിഷേധം? ഇങ്ങോട്ട് വാടാ. ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിന്റെ ശരീരം വലിച്ചുലച്ചു എന്ന് പറയുമ്പോൾ ഇറച്ചി ഒലത്തിയാ ഇങ്ങനെ കിടന്ന് ഒലയത്തില്ല. അതുപോലുള്ള ഒലത്തിയത്. നേരെ ചെന്ന് കയറ്റിയത് ICUയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന ആദ്യ രോഗി എന്ന ഒരു ഖ്യാതി കൂടി ഞാൻ നേടിയതിൽ നിങ്ങൾക്കുള്ള സന്തോഷം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇത് ഞാൻ തെളിയിക്കും. ഫെബ്രുവരി 25 ലോക പെടലി ദിനമായിട്ട് എല്ലാവരും ഇനി വരും വർഷങ്ങളിൽ മറക്കാതെ ആഘോഷിക്കണം എന്ന ഒരു അപേക്ഷ കൂടിയുണ്ട്. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. കഴുത്തുളുക്കിയിട്ടൊക്കെ അപകടനില തരണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്യപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യമാണ്. നാട്ടുകാരുടെയൊക്കെ പ്രാഗിന്റെ ഫലമായിട്ട് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. അയ്യോ